ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 12/7/2026 കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ നിയമവുമായി വൈരുദ്ധ്യത്തിലാവുകയോ ചെയ്യുന്ന കുട്ടികളെ കൗൺസിലിങ്ങിലൂടെയും കൃത്യമായ നിരീക്ഷണത്തിലൂടെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ആൻസർ കാവൽ. ഒന്നും കൂടി നമുക്ക് നോക്കാം. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ നിയമവുമായി വൈരുദ്ധ്യത്തിലാവുകയോ ചെയ്യുന്ന കുട്ടികളെ കൗൺസിലിങ്ങിലൂടെയും കൃത്യമായ നിരീക്ഷണത്തിലൂടെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി കേരള വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ആൻസർ കാവൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിഷ്കരിച്ച പുതിയ പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒന്നിച്ച് ആലപിക്കേണ്ടി വരുമ്പോൾ ഏതാണ് ആദ്യം ആലപിക്കേണ്ടത്? ആൻസർ ദേശീയ ഗീതം. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ആലപിക്കേണ്ടത്. ഒരിക്കൽ കൂടി നോക്കാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിഷ്കരിച്ച പുതിയ പ്രോട്ടോകോൾ പ്രകാരം രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒന്നിച്ചാലപിക്കേണ്ടി വരുമ്പോൾ ഏതാണ് ആദ്യം ആലപിക്കേണ്ടത്? ആൻസർ ദേശീയ ഗീതം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരമാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒന്നിച്ചാലപിക്കേണ്ടി വരുമ്പോൾ ആദ്യം ആലപിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം. വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റും 10 സെക്കൻഡുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് 10 സെക്കൻഡ്. ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം എസ് ജാനകി എത്ര തവണ കരസ്ഥമാക്കിയിട്ടുണ്ട്? ആൻസർ 4 തവണ. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം എസ് ജാനകി എത്ര തവണ കരസ്ഥമാക്കിയിട്ടുണ്ട്? ആൻസർ 4 തവണ. 1976 16 വയതിനിലെ എന്ന സിനിമയിലെ പാട്ടിനും 1981 ഓപ്പോൾ എന്ന സിനിമയിലെ പാട്ടിനും 1984 സിതാര എന്ന ഫിലിമിലെ പാട്ടിനും 1992 തേവർ മകൻ എന്ന ഫിലിമിലെ പാട്ടിനുമാണ് എസ് ജാനകിക്ക് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി എത്ര തവണ മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട്? 14 തവണ. അപ്പോൾ എസ് ജാനകിക്ക് 4 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 14 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.